ഡോക്ടർ എം പി മണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഹോമിയോ പ്രാക്ടീഷണറാണ്. ഡോക്ടർ എം പി മണി, ഈ പൊതുവിൽ വാക്സിനേഷൻ സംബന്ധിച്ച ചില ആശങ്കകൾ താങ്കൾ അടക്കമുള്ള ഒരു വിഭാഗം പ്രവർത്തകർ നേരത്തെ ഉന്നയിച്ചതാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളെന്ന്? അതെ, തീർച്ചയായും. അതെന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലേക്ക് ഒന്ന് പതുക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്ഷയരോഗത്തിന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തി വെച്ചൊരു കഥയുണ്ട്. 1812 ന്യൂയോർക്കിൽ ക്ഷയരോഗം മൂലമുള്ള മരണനിരക്ക് 10,700 ആയിരുന്നു. ക്ഷയരോഗ അണുക്കളെ സംസ്കരിച്ച് വേർപെടുന്നത് 1882. ആ കാലത്ത് മരണനിരക്ക് 370 താഴ്ന്നു. ആദ്യത്തെ സാനിറ്റോറിയം നിലവിൽ വന്നത് 1910 അപ്പോഴേക്കും മരണനിരക്ക് 180 അപ്പോ ഇതുപോലെ ഈ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് വാക്സിൻ കൊണ്ടല്ല. വാക്സിൻ കൊണ്ട് അത് സാധ്യമല്ല, ഉറപ്പിച്ച് പറയാവുന്ന കാര്യം. അതിനൊരു കാരണമുള്ളത് ഈ വാക്സിനേഷന്റെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചെറിയ കാലഘട്ടമാണ് കിട്ടുന്നത്. ഇപ്പൊ ഈ നമ്മുടെ വസൂരിയുടെ വാക്സിൻ തന്നെ 2 കൊല്ലം അതിന്റെ ഈ എഫക്ട് കിട്ടുന്നുള്ളൂ. മറ്റു പലതിനും അതൊന്നും ഇല്ല. മാത്രമല്ല ഈ മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് ഈ വൈറസുകൾക്ക്. അപ്പൊ ഈ ഓരോ മ്യൂട്ടേഷൻ നടക്കുമ്പോൾ ഓരോ ജനിതക ഘടകമാണ്. ഓരോ ജനിതക ഘടകത്തിനും യോജിക്കുന്ന വാക്സിൻ കണ്ടുപിടിക്കാവുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇവിടെ മനുഷ്യന്റെ പ്രതിരോധ ശേഷി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ ചികിത്സയിലായാലും രോഗപ്രതിരോധ ശേഷിയിലായാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഘടകം. ഡോക്ടർ എം പി മണി, താങ്കൾ ഇത് പറയുമ്പോഴും ഒരു കാര്യം, അതായത് വാക്സിൻ എന്നത് നമ്മൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതല്ലേ? കാരണം നമ്മുടെ മനുഷ്യ ശേഷി തന്നെ, അല്ലെങ്കിൽ മാനവ വിഭവശേഷി, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ ഈ മാറാരോഗങ്ങളിൽപ്പെട്ട് ഇല്ലാതാകുമായിരുന്ന ഒരു ഘട്ടത്തിൽ ഈ വാക്സിനുകളല്ലേ നമ്മൾ നിലനിർത്തിയത്? അത് മറന്നു പോകാനാകുമോ? മറന്നുകൊണ്ടല്ല പറഞ്ഞാൽ ഈ ചരിത്ര രേഖകൾ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തം 1928 അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ കണ്ടുപിടുത്തം വളരെ വിപ്ലവമായിരുന്നു. പക്ഷേ ഒരു രാസപദാർത്ഥം എല്ലാ ശരീരത്തിലെയും രാസപ്രവർത്തനങ്ങളുമായിട്ട് ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഈ പെനിസിലിൻ ഒരാൾക്ക് രോഗശമനം നേടുമെങ്കിൽ വേറൊരാൾക്ക് മരണകാരണമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഏറ്റവും അടിവരയിട്ട് പറയാനുള്ള മരുന്നുകൾ യുഗം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ടൺ കണക്കിന് മരുന്നുകളും വാക്സിനേഷനുകളും എല്ലാം നാട്ടിലുള്ളപ്പോഴും ഇവിടെ രോഗികളാകുന്നവരുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അകാല മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളിൽ സങ്കീർണതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാൻ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ജീവിതശൈലിയിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തുക, സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക, മാനസിക സംഘർഷമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുഴുവൻ മരുന്നുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, വാക്സിനേഷനിൽ മാത്രം ശ്രദ്ധീകരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. കാരണം 1987 2000 എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള മുദ്രാവാക്യമായി ലോകാരോഗ്യ സംഘടന വന്നതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? 2000 ഉണ്ടായപ്പോ എല്ലാവരും രോഗികളാകല്ലേ ചെയ്ത്. അപ്പൊ നമ്മളിതൊക്കെ ചരിത്രം പഠിക്കണം. ഈ വേണ്ട തിരുത്തലുകൾ അതായത് സമയത്ത് നടത്തണം. അതുകൊണ്ട് സംഭവിക്കുന്നില്ല. ഡോക്ടർ എം പി മണി, താങ്കൾ ഒന്ന് തുടരുക. തോമസ് ജോൺ എന്ന ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് വാക്സിൻ എടുത്തത് മൂലം, കോവിഡ് കാലത്ത് വാക്സിൻ എടുത്തത് മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റ് പ്രതിസന്ധികളും ഉണ്ടായി എന്ന് അദ്ദേഹം പരാതിപ്പെട്ട ആളുകൂടിയാണ്. ശ്രീ തോമസ് ജോൺ,